PSCയുടെ പാറ്റേണിൽ ഒരു വലിയ ഷിഫ്റ്റ് UPSCയോട് അടുത്ത് വന്നിട്ടുണ്ടോ? KS എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ചേഞ്ച് വരുന്നുണ്ട്. PSC ഡെലിബറേറ്റ്ലി ആ പഴയ ഒരു രീതിയിൽ നിന്ന് മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് പ്രകടമാണ്. അത് പൂർണ്ണമായും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. UPSCയുടെ ഒരു സ്ട്രക്ചർ അവർ കടം കൊള്ളുന്നുണ്ട്. എന്നാൽ UPSCയുടെ ഒരു ഫിലോസഫി ഇതിലേക്ക് ഇനിയും എത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത കാലത്ത് എക്സാംസിലൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ പഴയ രീതിയിൽ നിന്ന് മാറുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. UPSCയിലെ പ്രിലിംസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ടു മച്ച് ഫാക്ച്വൽ അല്ല. ഒരു 40 അല്ലെങ്കിൽ 50% മാത്രമേ നമുക്ക് പ്രിലിംസിൽ നമുക്ക് നോളജ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് ലോജിക്കലി ചിന്തിച്ച് ഗസ് ചെയ്തൊക്കെ എടുക്കുന്നതാണ്. ഇന്റലിജന്റ് ഗസ് ആണല്ലോ അല്ലേ? അങ്ങനെയും പറയാം. ഇന്റലിജന്റ് ഗസ്സിംഗ് എന്ന് നമ്മൾ പറയും. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ കറക്കിക്കുത്തും. പക്ഷെ നമ്മൾ അതാണ് ചെയ്യുന്നത്. കറക്കിക്കുത്താണ്, പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു സ്കിൽ നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കും ഓവർ ദ ടൈം. ലിങ്ക്ഡി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ അത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം PSC എക്സാം മാറുന്നതനുസരിച്ചിട്ട് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പതറില്ല. ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ പതറും, കാരണം നമ്മളത് ഓൾറെഡി കണ്ടിട്ടുള്ളവരാണ്, നമ്മളത് കണ്ടതാണത്. അപ്പോൾ അങ്ങനെ വന്നാലും നമുക്കറിയാം സംവെയർ നമുക്ക് അതിലേക്ക് ആൻസറിലേക്ക് എത്താനൊരു വഴി എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. അത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്.